ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ സ്റ്റഡീസ് ഇല്ലാത്ത ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് കുറച്ച് ITRൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് പഠിക്കേണ്ടിയിരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ITR ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നൊന്നും ഞാൻ എടുക്കാറില്ല പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ. 31 ജൂലൈ ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് തീർക്കണം. അപ്പോൾ ഇന്നിരുന്ന് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ പഠിക്കാനുള്ള ദിവസങ്ങളിൽ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ആകെ മൂന്ന് കാര്യങ്ങളെ കാണുള്ളൂ. 6 to 8 hours സ്റ്റഡി, പിന്നെ യോഗ അല്ലെങ്കിൽ വർക്കൗട്ട്, അത് കഴിഞ്ഞിട്ട് ഹെൽത്തി ഫുഡ്. ഈ 3 കാര്യങ്ങളിൽ മാത്രമേ ഞാൻ പ്രയോറിറ്റി കൊടുക്കാറുള്ളൂ. കാരണം ലിസ്റ്റ് ഓവർലോഡ് ആകുമ്പോൾ എനിക്ക് പലപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരികയും പിന്നെ അതിലൊരു ഫ്രസ്ട്രേഷൻ വരികയും മടുപ്പ് വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ 3 കാര്യങ്ങൾ മാത്രമേ സാധാരണ ദിവസങ്ങളിൽ ഞാൻ ടു ഡു ലിസ്റ്റിൽ വെക്കാറുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റഡീസിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ ചെയ്യും, ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കും. കാരണം എല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടു ഡു ലിസ്റ്റ് പരിപാടിയൊക്കെ ഞാൻ തുടങ്ങിയത് ആഫ്റ്റർ മാരേജാണ്. അതുവരെ ഞാൻ പഠിക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും എല്ലാം എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യാറ്. എനിക്കൊരു ടു ഡു ലിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ മാരേജ് നമുക്ക് ഹൗസ് നോക്കണം, ഹൗസ് ഹോൾഡ് വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഞാനൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. എന്നിട്ട് അപ്പോൾ എനിക്ക് പലപ്പോഴും എൻ്റെ സ്റ്റഡീസിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ എല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ചെയ്യും, അല്ലെങ്കിൽ ടൈം കിട്ടുമ്പം ചെയ്യും. അല്ലാണ്ട് അത് മാറ്റി അങ്ങനെ ചെയ്യാണ്ടിരിക്കാറില്ല, മാറ്റി വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ആകെ 3 കാര്യങ്ങളേ ഉള്ളൂ. വർക്കൗട്ട്, സ്റ്റഡീസ്, ഹെൽത്തി ഫുഡ്. ഇതിന് ഞാൻ നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ITR സീസണൽ വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1 yearൽ ഒരിക്കൽ മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷേ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തു. ബാക്കി ഈവനിങ്ങിലേക്ക് ഞാൻ പെൻഡിങ് വെച്ചു. OTP കൊടുക്കേണ്ടതൊക്കെ ഞാൻ ഈവനിങ്ങിലേക്ക് പെൻഡിങ് വെച്ചു. എൻ്റെ ഡെയിലി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ 3 ബോൾ എഗ്ഗ് കഴിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡും പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. അപ്പം ഇതെനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഒന്ന് ഹെൽത്ത് ബേസ് ചെയ്തിട്ടും രണ്ടാമത് എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിനും കൂടിയാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. പക്ഷേ ആഴ്ചയിൽ മൊത്തം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എങ്കിലും ഞാൻ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഈ ഫുഡ് തന്നെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും ഫുഡ് വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസത്തേക്ക് അവനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. എൻ്റെ ഒരു നോർമൽ ഡേയ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യം വർക്കൗട്ടാണ്. ഞാൻ എത്ര ലേസി ആണെങ്കിലും, എത്ര അൺപ്രൊഡക്റ്റീവ് ഡേ ആണെങ്കിലും, എത്ര മൂഡ് തോന്നുന്നില്ലെങ്കിലും ഒക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യും. എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാകും. നമ്മുടെ വർക്കൗട്ട് ആക്ച്വലി ബോഡിക്ക് വേണ്ടി മാത്രമല്ല, മൈൻഡിന് വേണ്ടി കൂടിയാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും ഒരുപാട് ഹാപ്പി ആയിരിക്കും. ഏതെങ്കിലും കാരണം കൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കറക്റ്റ് എൻ്റെ ബോഡിയിലും മൈൻഡിലും ഒക്കെ റിഫ്ലക്റ്റ് ആവും. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ കറണ്ട് ലൈഫിലും അതുപോലെ തന്നെ ലോങ് ടൈം ലൈഫിലേക്കും ഒത്തിരി ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്